നമ്മളുടെ ഈ SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി കൂടിയായ നമുക്കെല്ലാം പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി കൂടി സംസാരിച്ചിട്ടുണ്ട്. വളരെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷമൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം ഞാനിത് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാലുടൻ പൊതുജന മധ്യത്ത് പബ്ലിക്കായിട്ട് അങ്ങ് പറയും. ഓവർ ടു സുരേഷ് ഗോപി. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജ്യോതിർഗമയ അതിൻ്റെ ഒന്നാം പാദം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സമഗ്രമായ ഒരു റിപ്പോർട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അതിന് 2 ഘടകങ്ങളും ഘട്ടങ്ങളുമുണ്ട് ആ റിപ്പോർട്ടിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കുവച്ച വ്യാകുലത, ഒരങ്കലാപ്പ്, അത് സാമൂഹിക ക്ഷേമം, നമ്മുടെ സമൂഹത്തിൻ്റെ കരുത്ത്, സമൂഹത്തിൻ്റെ ശുദ്ധി, ഇതെല്ലാം കാക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടി നിർദ്ദേശാനുസരണം ജ്യോതിർഗമയ രണ്ടാം പാദത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരുപക്ഷെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ ഒരുപക്ഷെ മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം. ഈ രണ്ടാം പാദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിലേക്കിറങ്ങി, വിദ്യാർത്ഥി സമൂഹത്തിലേക്കിറങ്ങി, വിദ്യാർത്ഥിനി സമൂഹത്തിലേക്കിറങ്ങി, സമൂഹത്തിലെ മറ്റ് വളരെ പരിഗണിക്കപ്പെടേണ്ട ഇതിന് കാമ്പും കാതലുമായ വിഭാഗങ്ങളുമായി ഒക്കെ സമ്പർക്കം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റിസൾട്ട് ഇതിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൂർണ്ണ പ്രാപ്തിയിൽ എത്തണമെങ്കിൽ ആദ്യ പാദത്തിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ തന്ത്രം മെനയേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകണ്ഠൻ നായർ ഇത് റെസിഡൻസ് അസോസിയേഷനുകളിലേക്കും മാതൃസംഘങ്ങളിലേക്കും പേരന്റൽ ഗ്രൂപ്പ്സിലേക്കും എന്തിന് ഓരോ വീടുകളിലേക്കും ജ്യോതിർഗമയ എങ്ങനെ തിരിതെളിയിച്ച് വെളിച്ചം വിതറാൻ സാധിക്കും എന്നുള്ള ഒരു പരിഗണനയാണ് അദ്ദേഹം രണ്ടാം പാദത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ നടപടിയാണ്. ഞാനിത് എൻ്റെ പ്രസംഗങ്ങളിൽ ഏതാണ്ട് 1 വർഷം മുമ്പ് ഇത് വളരെ രൂക്ഷമായിട്ട് തെരുവിലേക്ക് ഈ നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു താണ്ഡവം തെരുവുകളിലേക്കും വീടുകളുടെ ഒരു കഥനത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്കുമൊക്കെ അതിരൂക്ഷമായി നമുക്കൊരു 7-8 മാസം മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത് അന്യൻ്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ദൂരെയാണെന്ന് വിചാരിക്കരുത്. അപകടം ആർക്ക് സംഭവിച്ചാലും അത് നിവാരണം ചെയ്യുന്നതിനും അത് ആവർത്തിക്കപ്പെടാതിരിക്കാനും സമൂഹത്തിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. രക്ഷപ്പെട്ടു നിൽക്കുന്നവരും പെട്ടുപോയവരും ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം. അമ്മമാരോട് പ്രത്യേകിച്ച് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ജ്യോതിർഗമയ വിതറുന്ന വെളിച്ചം ഭാരതത്തിൻ്റെ യുവ സമ്പത്തിൻ്റെ കരുത്ത് പുതുതായി റീബിൽഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സഹായകരമാവും വിധം ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കി ആവാഹിച്ച് ഒരു രാജ്യത്തിൻ്റെ തന്ത്രമായി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹാൻഡിലായി മാറണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊരു ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്മ വിതറപ്പെടട്ടെ, ജ്യോതിർഗമയ ജ്വലിക്കട്ടെ. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണം. മനോഹരമായിട്ട് അങ്ങ് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്താണ് ഈ രണ്ടാം ഘട്ടത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അത് മുഴുവൻ അങ്ങ് വളരെ സംക്ഷിപ്തമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു. വളരെ നന്ദി. ഈ തിരക്കിനിടയിലും അലച്ചിലിൻ്റെ ഇടയിലും ഒക്കെ തന്നെ ഇപ്പോൾ എന്തൊരു എറണാകുളം പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. വളരെ സന്തോഷം. താങ്ക് യു വൺസ് അഗെയിൻ ശ്രീ സുരേഷ് ഗോപി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാം.
കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.